നാഗ്പൂരിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ ഒവൈസി നോക്കിക്കണ്ടത് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുഴപ്പങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അധികാര വീഴ്ച കൊണ്ടാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾ അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സാർ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് ശരിക്കും നാഗ്പൂർ പ്രശ്നം? ശരിക്കും നാഗ്പൂരിൽ തുടക്കം കുറിക്കുന്നത് അവിടെ ഫഡ്നവിസൊന്നും അല്ലല്ല, മന്ത്രിമാരൊന്നും ആയിരുന്നില്ല കുഴപ്പം കാണിച്ചത്. അവിടെ ആദ്യമായിട്ട് പ്രസ്താവന വരുന്നത് അബു ആസ്മിയുടെ ഭാഗത്തു നിന്നാണ്. അബു ആസ്മി എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ MLA ആയിരിക്കുന്ന ആളിൽ നിന്നാണ്. കാരണം അയാൾ അനാവശ്യമായിട്ടാണ് ഔറംഗസീബിനെ പിന്തുണച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആരാണ് ഔറംഗസീബ് എന്നുള്ള പരീക്ഷിക്കേണ്ടതല്ലേ? ഔറംഗസീബ് ആരാണ്? ഔറംഗസീബ് ഇന്ത്യാവിരുദ്ധനായിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് ഒരു കാര്യത്തിൽ അയാളെക്കുറിച്ച് സംശയമില്ല. അയാൾ ഇന്ത്യക്ക് ഭാരതത്തിനെതിരായിട്ട് അയാൾ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അയാൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ്? അയാളാണ് ആദ്യമായിട്ട് ജസിയ, ഏറെക്കാലത്തിന് ശേഷം ജസിയ കൊണ്ടുവന്ന അയാളാണ്. ജസിയ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകൾ ഔറംഗസീബിൻ്റെ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ അവർ നികുതി കൊടുക്കണം. ഹിന്ദുക്കൾ നികുതി കൊടുക്കണം എന്ന് കൊണ്ടുവന്ന നിയമം കൊണ്ടുവന്ന ഔറംഗസീബാണ്. ഈ ഔറംഗസീബിനെ എങ്ങനെ ഹിന്ദുക്കൾ അംഗീകരിക്കുക? ഈ ഔറംഗസീബിനെ അംഗീകരിക്കാൻ ഹിന്ദുക്കൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അബു ആസ്മി എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ MLA അയാൾ ഇദ്ദേഹത്തിനെ പ്രകീർത്തിച്ച സമയത്ത് ഹിന്ദുക്കളായിരിക്കുന്ന ആളുകൾ ശക്തമായിട്ട് പ്രതികരിക്കും. അവിടെ വിശ്വഹിന്ദുപീഠത്തിൽ രംഗത്ത് വന്നു, മറ്റ് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നു. അവർ പറഞ്ഞു അവിടെ ഔറംഗസീബിൻ്റെ കല്ലറയുണ്ട് ഇതിനെ തൊട്ടടുത്ത് നമ്മുടെ നാഗ്പൂരിൽ, അത് പൊളിച്ചേക്കണമെന്ന് ആവശ്യപ്പെട്ടവർ. എങ്ങനെ അവർ ആവശ്യപ്പെടാതിരിക്കും? കാരണം ഔറംഗസീബ് മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് അബു ആസ്മിയും കൂട്ടരും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒവൈസി കൂട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഒവൈസിക്ക് പറയാൻ പറ്റുമോ ഔറംഗസീബ് ഹിന്ദു വിരുദ്ധനല്ലേ? അവർ ഹിന്ദു വിരുദ്ധനായിരിക്കുന്ന ആളുകളെ ഹിന്ദുവിൻ്റെ ഭൂമിയിലെ അയാളുടെ ഒരു സ്മാരകം നിലനിർത്താൻ അനുവദിക്കേണ്ട ആവശ്യമുണ്ടോ? അത് തുടച്ചു നീക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയക്കരുതലില്ല. കാരണം അയാൾ നടത്തിയിരിക്കുന്ന ഹിന്ദു വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിരവധി തെളിവുകളുണ്ട്. അത് ഛത്രപതി ശിവാജിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പടപ്പുറപ്പാട് മാത്രമൊന്നായിരുന്നില്ല. ഛത്രപതി ശിവാജിയെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഔറംഗസീബ്. അതുമാത്രമല്ല, ഹിന്ദുക്കളെ ഇത്രയും ദ്രോഹിച്ചിട്ടുള്ള വേറൊരു മനുഷ്യനുണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണക്രമങ്ങൾ കൊണ്ടുവരണമെന്ന് മോഹിച്ച് ദാഹിച്ചിട്ടുള്ള ആളാണ് ഔറംഗസീബ്. ഇതിനെ ഒന്നും സാധാരണ ഹിന്ദുവിന് അംഗീകരിക്കാൻ പറ്റൂല. ഇത് ഏകദേശം ബാബറുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ച മാത്രമാണ്. ശരിക്ക് ബാബർ പഴയ കാലത്ത് ചെയ്തല്ലോ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ശ്രീരാമക്ഷേത്രം ഉണ്ടായിരുന്ന ശ്രീരാമക്ഷേത്രം അത് അടിച്ചു തകർത്ത് അവിടെ ബാബറുടെ പേരിൽ പള്ളി ഉണ്ടാക്കി. എവിടെ മുസ്ലിമിന് ബാബറുടെ പേരിൽ പള്ളിയുള്ളത്? ഏതെങ്കിലും ഒരു മത നേതാവിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ടോ? അതുള്ള സ്ഥലം എവിടെയാണ്? അയോധ്യയാണ്. ആ ബാബറുടെ പള്ളിയാണ് പിൽക്കാലത്ത് ഇല്ലായ്മ ചെയ്തത്. കാരണം ബാബർ ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ്, ഹിന്ദുവിൻ്റെ മാനബന്ധുക്കളെ തകർക്കുക എന്നുള്ളതാണ്. അതേ പരിശ്രമം തന്നെയാണ് ബാബറുടെ താവഴിയിൽപ്പെട്ടിട്ടുള്ള ഔറംഗസീബ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഔറംഗസീബ് ചെയ്തത് തന്നെയാണ്. അയാൾ ചെയ്തത് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുക, ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നവർ നികുതി കൊടുക്കണം, ഹിന്ദുക്കളുടെ ദേവാലയങ്ങൾ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നു, ഹിന്ദു എല്ലാ ദേവസങ്കല്പങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു, അവിടെ മുസ്ലിം ഭരണം കൊണ്ടിരുന്നു. ഇതിനെ ഒരിക്കലും ഒരു കാരണവശാലും സാധാരണ അവിടെ ഹിന്ദുക്കൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതൊക്കെ അവർ സഹിച്ചവരാണ്, ഇത് പൊറുത്തവരാണ് അവർ. അതൊരു പരിധി കഴിഞ്ഞിട്ട് അത്തരത്തിലിരിക്കുന്നൊരു മഹാഭാവിയായിരിക്കുന്ന മനുഷ്യദ്രോഹിയായിരിക്കുന്ന ഔറംഗസീബിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്മാരകം വേണമെന്ന് അബു ആസ്മി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആവശ്യമാണ് തെറ്റ്. ഈ ആവശ്യം തെറ്റാണ്. അതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ വിശ്വഹിന്ദുപീഠത്തും ഹൈന്ദവ പ്രസ്ഥാനങ്ങളും പറഞ്ഞു അങ്ങനെയുള്ള സ്മാരകം ഇവിടെ പറ്റൂല എന്നുള്ളതാണ്. അത് പൊളിച്ചു നിൽക്കണം എന്നവരാവശ്യപ്പെട്ട് ന്യായമല്ലേ? അപ്പോൾ അതിനിടയ്ക്ക് ആകെ ഇപ്പോൾ നമ്മുടെ ഒവൈസിക്കൊക്കെ പറയാനുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ചില ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആരാ ലിഖിതങ്ങൾ കൊണ്ടുവച്ചത്? ഹിന്ദുക്കളെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഹിന്ദുക്കൾ ഏതെങ്കിലും മുസ്ലിമിൻ്റെ ഒരു മതഗ്രന്ഥം കത്തിച്ചിട്ടുണ്ടോ? മറിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനും നികുതി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടോ? മറിച്ച് ഹിന്ദുക്കൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഹിന്ദുക്കളാണ് ജസിയ കൊടുത്തത്. മുസ്ലിമിന് ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഇതൊരു 80% ഹിന്ദുക്കൾ അധിവസിച്ചിരുന്ന ഭാരതത്തിൽ മുസ്ലിമിന് ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു നയാ പൈസ ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ മുഴുവൻ 12% സംവരണം മേടിക്കുന്നവരാണ്. ഈ ആനുകൂല്യം അങ്ങോട്ട് കൊടുക്കുകയാണ്. മറിച്ച് ഔറംഗസീബിനെ പോലെ മുസ്ലിം ഭരണാധികാരികൾ ചെയ്തത് അവരുടെ ഭരണം കിട്ടിയ സമയത്ത്, അവർക്ക് ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല, അവർക്ക് ഭരണം കിട്ടിയ സമയത്ത് ആ ഭരണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഹിന്ദുക്കളുടെ മേലെ ഒരു ടാക്സ് ചുമത്തി. ഹിന്ദുവിന് അമ്പലത്തിൽ പോകാൻ പാടില്ല,
ഹിന്ദുവായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം, ഹിന്ദുവിന് തൊഴിലെടുക്കാൻ വേണ്ടി പാടില്ല, ഹിന്ദു സ്ത്രീകളെ അവർ വിവാഹം കഴിക്കും, അവർ തീരുമാനിക്കും ആരെയൊക്കെ വിവാഹം കഴിക്കണമെന്ന്, ഇത്യാദി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും നിഷ്ഠൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ പേരാണ് ഔറംഗസീബ്. അതുകൊണ്ടാണല്ലോ മുഗള ഭരണത്തിന്റെ അവസാനം കുറിക്കുന്ന ആ മനുഷ്യനെ കൂടിയാണ്, ഔറംഗസീബിൽ കൂടിയാണ്. ഔറംഗസീബിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് സാധാരണ മുസ്ലിം ആഗ്രഹിക്കുന്നില്ലല്ലോ. സാധാരണ മുസ്ലിം അക്ബറിനെ കുറിച്ച് പ്രകീർത്തിച്ച് പറയാറുണ്ട്, ഹുമയൂണിനെ കുറിച്ച് വേണമെങ്കിൽ പറയാറുണ്ട്, ഷാജഹാന്റെ താജ്മഹലിനെ കുറിച്ച് പറയാറുണ്ട്. ഔറംഗസീബിന്റെ ഏതെങ്കിലും ഭരണ നേട്ടം ആരെങ്കിലും പറയാറുണ്ടോ? അത് പറയുന്ന ചില ആളുകൾ സമാജ്വാദി പാർട്ടിപ്പെട്ടുള്ള ചില ആളുകളാണ്, അതിൽ പറയുന്ന ചില ആളുകൾ കോൺഗ്രസിൽ പെട്ടുള്ള ചില ആളുകളാണ്, അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്ന ഒവൈസിയെ പോലെ ചില ആളുകൾ മാത്രമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ കണ്ട് സാധാരണ ഒരു മുസ്ലിം ജനവിഭാഗത്തിൽ വിശ്വസിക്കുന്ന, മുസ്ലിം സമ്പ്രദായങ്ങളിൽ വിശ്വസിക്കുന്ന, മുസ്ലിം സമുദായത്തിലുള്ള ഒരു മുസ്ലിം പോലും ഔറംഗസീബിനെ പ്രകീർത്തിക്കാൻ വേണ്ടി തയ്യാറില്ല. കാരണം ഔറംഗസീബ് ചെയ്തിരിക്കുന്നത് അത്രയും മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഒരു കാട്ടാള തുല്യമായിട്ടുള്ള ജീവിതമാണ് അയാളുടേത്. അത്രയ്ക്ക് മഹാക്രൂരനായിട്ടുള്ള മനുഷ്യൻ. ആ ക്രൂരനായിട്ടുള്ള മനുഷ്യനെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഓർക്കുക? അയാൾ മുസ്ലിം വിരുദ്ധനാണ്, അയാൾ ഹിന്ദു വിരുദ്ധനാണ്, ഹിന്ദുക്കളെ മുഴുവൻ മുസ്ലിം ആകാനും വേണ്ടിയിട്ട് അയാൾ പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. എത്രയോ ആളുകളാണ് അയാൾ മതപരിവർത്തനം നടത്തിയത് അയാളുടെ ശക്തി ഉപയോഗിച്ച്. എത്രയോ ആളുകളാണ് അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് അയാളുടെ നാട്ടിൽ. ഇപ്പം ഇതിനൊക്കെ ഇതൊക്കെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇത് തെറ്റാന്ന് പറയുന്നത് ന്യായമല്ലേ? അത് തെറ്റാന്ന് പറയുന്ന സമയത്ത് തെറ്റാണെന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്തിയാൽ, ആ കുറ്റപ്പെടുന്ന സമയത്ത് ഫട്നാവിസിനെ പറഞ്ഞാലും സംസ്ഥാന മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നത് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഔറംഗസീബിന് സ്മാരകാവശ്യമില്ല. പ്രത്യേകിച്ച് RSSന്റെ ആസ്ഥാനത്തിൻ്റെ അടുത്താണത്. ആ തരം സ്ഥലങ്ങളിൽ ഒരു സ്മാരകം ആവശ്യമില്ല എന്നുള്ളത് അവിടുത്തെ ഹൈന്ദവ സമൂഹം തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ എന്താണ് തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ നമുക്കിവിടെ അയൂബ് ഖാൻ്റെ സ്മാരകം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇന്ത്യയിൽ നമുക്ക് കൊണ്ടുപോയിട്ട് പർവേസ് മുഷാറഫിൻ്റെ സ്മാരകം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇന്ത്യയിൽ ചമൻലായുടെ സ്മാരകം ഉണ്ടാക്കാൻ പറ്റുമോ? സാധിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇയാളുടെ സ്മാരകം ഉണ്ടാക്കുക? ഇവരൊക്കെ തമ്മിൽ എന്ത് വ്യത്യാസം? ചവൻലായിയും അയൂബ് ഖാനും യാഹിയ ഖാനും എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകളും ഇയാളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവും ഇല്ല. അവരൊക്കെ പിൽക്കാലത്ത് പാകിസ്ഥാനിലെ ഭരണാധികാരികളായി, ഇയാൾ ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇയാളെയൊക്കെ പോലെയുള്ള ഇത്രയും നിന്ന നടത്തിയിരിക്കുന്ന ഹിന്ദുവിൻ്റെ കാശിയിലെ ക്ഷേത്രം ആക്രമിച്ച് തകർത്ത ഇയാളാണ്, ഔറംഗസീബാണ്. അതിനെങ്ങനെ ഹിന്ദുക്കൾ പൊറുക്കുക? അതിൻ്റെ പുറത്ത് ഹിന്ദുക്കൾ മുസ്ലിം ദേവാലയങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ലല്ലോ. ഒരു സ്ഥലത്തും ഹിന്ദുവിന് ശക്തി വന്ന സമയത്ത്, ഹിന്ദുവിന് ഭരണം വന്ന സമയത്തും ഒന്നും ഒരു മുസ്ലിം ദേവാലയം പോലും ആക്രമിച്ചിട്ടില്ല. അത് തെറ്റാന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ. മറിച്ച് ഹിന്ദുവിൻ്റെ ആക്രമിക്കപ്പെട്ട സ്മാരകങ്ങൾ, ആ സ്മാരകങ്ങൾ പുനരുദ്ധാരണം ചെയ്യണം എന്നുള്ളത് അതിനകത്ത് എന്താ തെറ്റുള്ളത്? അത് ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ? ഈ ന്യായമായിട്ടുള്ള ആവശ്യം മാത്രമാണ് ഹിന്ദുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന ഇയാളുടെ ശവകുടീരം വലിയ സ്മാരകമാക്കാനുള്ള പരിശ്രമം. ഈ സ്മാരകമാക്കാനുള്ള പരിശ്രമമൊന്നും മഹാരാഷ്ട്ര പോലെയുള്ള ഹൈന്ദവ ശക്തിയുള്ള ഒരു സ്ഥലത്തും ഒരു സമൂഹവും ഇതാരും അംഗീകരിക്കില്ലപ്പാ. ഒരാളും അംഗീകരിക്കില്ല. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഗാസയിൽ നടക്കുന്ന പോലെയാണ്. എന്താണ് ഇസ്രായേലിൻ്റെ പ്രശ്നം? സമാനമായിട്ടുള്ള പ്രശ്നമാണല്ലോ ഇത്. അവിടേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളായിരിക്കുന്ന ഹമാസ് അടക്കമുള്ള ആളുകളെ പുറത്താക്കുവാനുള്ള അവിടുത്തെ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ പരിശ്രമം, അതവർ നിലനിൽപ്പിൻ്റെ സമരമാണ്. ഈ നിലനിൽപ്പിൻ്റെ സമരം തന്നെയാണ് അവിടെ നാഗ്പൂരിൽ നടക്കുന്നത്. ഈ നിലനിൽപ്പിൻ്റെ സമരം തന്നെയാണ് എതിർക്കുന്ന ശക്തികളെ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ശക്തികളെ, രാജ്യദ്രോഹ ശക്തികളെ ഈ മണ്ണിൽ കുഴിച്ചു മൂടേണ്ടത് അത്യാവശ്യമാണ്. ഈ കുഴിച്ചു മൂടുന്ന ധർമ്മം തന്നെയാണ് അവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ എടുത്തിരിക്കുന്നത്. അതിൽ ഒവൈസി എന്തെല്ലാം പറഞ്ഞാലും, ഫട്നാവിസ് ആണെങ്കിലും അവിടുത്തെ മന്ത്രിമാരാണെങ്കിലും അവർക്കൊക്കെ ജനഹിതത്തിൻ്റെ കൂടെ നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇന്ത്യാവിരുദ്ധനായിരിക്കുന്ന ഔറംഗസീബിൻ്റെ സ്മാരകം മഹാരാഷ്ട്രയുടെ മണ്ണിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവിടെ വേണ്ടി വന്നാൽ ബാബറുടെ സ്മാരകം ഇല്ലായ്മ ചെയ്ത പോലെ തന്നെ ഇത് എടുത്തു കളയും എന്ന് പറയാനുള്ള മുഖ്യമായിട്ടുള്ള കാരണം അത് തന്നെയാണ്.